ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1879. ഇന്ന് ഫെബ്രുവരി മാസം 21-ാം തീയതി, 52-ാമത്തെ ദിവസത്തിലെത്തി. എന്തുമാത്രം ശത്രുതയുണ്ട് ആരോടെങ്കിലുമൊക്കെ, ഓരോരുത്തരുടെയും ഉള്ളിൽ. ശത്രുതയും ഓരോ മനുഷ്യനെ ശത്രുവായിട്ട് കാണുന്നതിന്റെ പിന്നിൽ എന്താണുള്ളത്? ക്രിസ്തുവേശു ഇങ്ങനെ പറയുന്നു: ശത്രുക്കളെ അനുഗ്രഹിക്കുവാൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ. അസാധ്യമായ ഒരു കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. മലയാളത്തിൽ എഴുതപ്പെട്ട മനോഹരമായൊരു നോവലാണ് കരൾ പിളരും കാലം. പേരിനകത്ത് തന്നെ വല്ലാത്തൊരു നൊമ്പരവും വേദനയും. മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരൻ, എന്റെ പ്രിയപ്പെട്ട ഗുരുവായ സി രാധാകൃഷ്ണൻ സാറാണ് ആ പുസ്തകം എഴുതിയത്. ഒരു തവണയെങ്കിലും അതിലൂടെ ഒന്ന് കടന്നുപോയാൽ ശത്രുതയും ശത്രുവുമൊക്കെ ആയുധവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷിതമാകും. അഭിപ്രായങ്ങളിലും കാഴ്ചപ്പാടുകളിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഞാനും നിങ്ങളും തമ്മിൽ അഭിപ്രായങ്ങളിലും കാഴ്ചപ്പാടുകളിലുമുള്ള വ്യത്യാസങ്ങൾ ആരോഗ്യകരമാണ്. ആരോഗ്യകരമായ വിധത്തിൽ അത് സൂക്ഷിക്കേണ്ടതുമാണ്. അത് അനുവദനീയവുമാണ്. അത് നമ്മൾ ആർക്കൊക്കെയോ അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു. അഭിപ്രായങ്ങളിലും കാഴ്ചപ്പാടുകളിലുമൊക്കെ ഒരു ഏകത ഉണ്ടാകുക അത്ര എളുപ്പമല്ല. എതിർക്കപ്പെടേണ്ടത് ആശയങ്ങളാണ്, ആളുകളല്ല എന്ന് നമ്മളെപ്പോഴാ തിരിച്ചറിയുക? ആശയങ്ങളെ എതിർക്കണമെങ്കിൽ അറിവ് വേണം. ഈ അറിവില്ലാത്തത് കൊണ്ട് ആശയങ്ങളെ ഞാൻ എതിർക്കാനായിട്ട് മടിക്കുകയും പേടിക്കുകയും ചെയ്യും. എന്നിട്ടോ ആശയം അവതരിപ്പിച്ച ആളിനെ ഞാൻ എതിർക്കാനും വെറുക്കാനും തുടങ്ങും. അങ്ങനെയാണ് അനാവശ്യമായ ശത്രുതയും ഒരു ശത്രുവുമൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ആലോചിച്ചു നോക്കിക്കേ. തീർച്ചയായിട്ടും ആശയങ്ങളെ എതിർക്കണമെങ്കിൽ അറിവ് വേണം. വ്യക്തികളെ എതിർക്കാനായിട്ട് അഹംഭാവം മാത്രം മതി കേട്ടോ. അവനവന്റെ ഈഗോയാണല്ലോ എല്ലാരെയും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നത്. ശത്രുവിനെ ഇല്ലാതാക്കുന്നതിനേക്കാൾ എളുപ്പം അവിടെ നിൽക്കട്ടെ. ശത്രുവിനെ ഇല്ലാതാക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ആയുധത്താൽ. എന്നാൽ ഓർത്തെ, ശത്രുവിനെ ഇല്ലാതാക്കുന്നതിനേക്കാൾ എളുപ്പം ശത്രുത ഇല്ലാതാക്കുന്നതാണ്. ശത്രുത ഇല്ലാതായാൽ പിന്നെ ശത്രുവും നമ്മൾ പോലും അറിയാതെ അപ്രത്യക്ഷമാകും. അതൊന്നും നമ്മൾ തിരിച്ചറിയണ്ടേ? അതുകൊണ്ടാണ് ക്രിസ്തുവേശു പറഞ്ഞത് ആരെയും അങ്ങനെ ശത്രുവായിട്ട് കാണരുതേ എന്ന്. അവരെയും ചില അനുഭാവങ്ങളിലൊന്ന് കാണാനായിട്ട് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുക? ഒരാളുടെ ശത്രു മറ്റൊരാളുടെ പ്രിയപ്പെട്ട ആളാണ്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. ആരും എല്ലാവരുടെയും ശത്രുവല്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അവരൊക്കെ ആരുടെയൊക്കെയോ മിത്രങ്ങളും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ വെളിച്ചത്തിൽ നമുക്കെല്ലാം നേരെയാക്കാൻ പറ്റും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.